കുറേ ദിവസമായി വീഡിയോയിൽ വന്നിട്ട്. അപ്പോൾ ഇന്ന് പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസമായി എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ എടുക്കാൻ വെച്ചാണ്. ഇന്ന് നമ്മുടെ കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിൽ ഉള്ളൊരു ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ്. സിമ്പിളാണ്, ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എല്ലാവരും കഴിച്ച് നോക്കണം. എന്നിട്ട് കമൻറ്റൊക്കെ പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പോയിട്ട് നോക്കിയിട്ട് വരാം. പിന്നെ കറുവേപ്പിൻ്റെ ഒരു കാര്യം പറയാണ്ട്, കറുവേപ്പിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ, കറുവേപ്പിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും നോക്കുക. വേണ്ട ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി തരാം. കറുവേപ്പില പൊടി, കറുവേപ്പില അച്ചാർ, അതൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. കഴിച്ച കറുവേപ്പിലൊക്കെ മുടിക്കും തലയ്ക്കും ശരീരത്തിനൊക്കെ. അതുകൊണ്ട് ആവശ്യമുള്ളവർക്കൊക്കെ ഉണ്ടാക്കി തരുകയും ചെയ്യാം. വേണ്ടൊരു പറഞ്ഞോളൂ. കറുവേപ്പില പൊടി, കറുവേപ്പില അച്ചാർ, മീനച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്. മീനച്ചാറൊക്കെ സൈസ് ആയതുകൊണ്ട് തന്നെ ഇരിക്കണത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് പറയുക. നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് വിളിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കണത് നോക്കാം. സിമ്പിളാണ്, ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിന്ന് ആരംഭിക്കാം. ആദ്യം ഓയിൽ ഒഴിക്കണം. കുക്കർ വെച്ചു. ഒരു സ്പൂൺ പെരുംജീരകം, ഒരു സ്പൂൺ സാജീരകമാണ്. ഈ സാജീരകം ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുണ്ട്, അവിടെ ഞാൻ ഇടണോ, ആദ്യം ഇട്ടു. പിന്നെ പട്ടക്രാമ്പ്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. എൻ്റെ ബ്രിഞ്ചി ഇല ഇടുന്നുണ്ട്. നമ്മുടെ വലിയ സവാളയാണ്, 4 എണ്ണം ഉണ്ട്, ഇടുന്നുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി കുറച്ചും കൂടി ഇടും. അപ്പോൾ കുറച്ച് ഇടുന്നുണ്ട്. ഒന്ന് വഴണ്ടി വരട്ടെ, എന്നിട്ട് നമുക്ക് മറ്റുള്ളതൊക്കെ ഇടാം. ഒരു കിലോ അരിക്ക ഉണ്ടാക്കുന്നത്. അളവ് 1 കിലോ അരി, 1/2 കിലോ ചിക്കനുമാണ്. അത് എങ്ങനെ വേണമെങ്കിൽ കൂട്ടും കുറയ്ക്കുകയോ ചെയ്യുക. 3/4 കിലോ ചിക്കനാക്കാം, 1 കിലോ ചിക്കനാക്കാം. അത് നമ്മുടെ ഇഷ്ടമാണ്. 4 മുളക് ഇടുന്നുണ്ട്, പച്ചമുളക്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയാണ്, നല്ല അരച്ചതാണ്, ചതച്ചെണ്ണു. ഒരു 3 സ്പൂണുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടെ തന്നെ വേണം, അപ്പോഴാണ് ടേസ്റ്റ്. അരച്ചാണ്, ഫ്രഷായിട്ട് അരച്ചെടുത്താണ്. നല്ലോണം വഴണമെന്നില്ല, ഒരു വിധം വഴണ്ടി വന്നാൽ മതി. നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂണ് മല്ലിപ്പൊടി ഇടുന്നുണ്ട്. അര സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് ബിരിയാണി മസാലയാണ് ഇടുന്നത്. ബിരിയാണി മസാല 1 സ്പൂൺ, 1/2 സ്പൂണ് മുളക് പൊടി. തക്കാളി 4 സവാളയുണ്ട്, 4 തക്കാളി വലുതാണ്, ഇട്ട് കൊടുക്കാം. എല്ലാം വഴണ്ടി വരട്ടെ. എരിവിന് മാത്രം മുളക് പൊടി ഇട്ടാൽ മതി. 2 സ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല വഴണ്ടി വരണം. ബിരിയാണിയൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളാണ്. പുതിന തല ഇടുന്നുണ്ട്, പുതിന ഇല ഇടുന്നുണ്ട്. കുറച്ച് പുതിന പ്രധാനമാണ്, ഇടണം, അപ്പോൾ അതിന് മണം ഉണ്ടാവുള്ളൂ. മല്ലി ഇടുന്നുണ്ട്, മല്ലിയില ഇടുന്നുണ്ട്. 3 ഇല പ്രധാനമാണ് ബിരിയാണിയിൽ. കറുവേപ്പിൻ്റെ ഇല, പുതിന ഇല, മല്ലിയില.
3 ഇടണം. ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഉള്ളത് ഇട്ടിട്ട് നമുക്ക് ഉണ്ടാക്കാൻ ബിരിയാണി. നമ്മളല്ലേ കഴിക്കുന്നത്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. കുറച്ച് ചിക്കനും കുറച്ച് ബിരിയാണി മസാലയും ഇഞ്ചി വെളുത്തുള്ളി അരി ഇടിച്ച ബിരിയാണി ഉണ്ടാക്കാം. എല്ലാം ഒന്ന് വഴണ്ട് വന്ന ശേഷം നമുക്ക് ചിക്കൻ ഇടാം. ഇതാണ് ചിക്കൻ, 1/2 കിലോ ചിക്കൻ ഉണ്ട്. ഉപ്പ് മഞ്ഞൾപ്പൊടി തിരുമ്പി വെച്ചാണ് ഇട്ട് കൊടുക്കാം. എല്ലാം ഇളക്കിയിട്ട് ഉപ്പും മുളകും എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് വെക്കണം കുക്കർ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റോളം സിമ്മിലിട്ട് വെക്കണം. ഉപ്പും മുളകും എല്ലാം ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടിയാണ് 5 മിനിറ്റ് വയ്ക്കുന്നത്. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു 5 മിനിറ്റ് സിമ്മിൽ വയ്ക്കാം. വീഡിയോ ഫുള്ളും കാണണം. ചെറിയ വീഡിയോ ആണ്, അപ്പോഴേ മനസ്സിലാവുള്ളൂ എന്തൊക്കെ ഇട്ടണം എന്നുള്ളത്. ഇത്രയും സാധനങ്ങളില്ല കൊണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ധാരാളമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. കുട്ടികൾക്ക് മുതിർന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ ബിരിയാണി. ബിരിയാണി കഴിക്കാൻ കുട്ടികളെ ഇല്ല, എല്ലാ കുട്ടികൾക്കും ബിരിയാണി ഇഷ്ടമാണ്. അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഞായറാഴ്ച ദിവസങ്ങളിൽ, ലീവ് ദിവസങ്ങളിൽ, പിന്നെ അവിടെ നിന്ന് തങ്ങി പഠിക്കുന്നവർക്ക്, തങ്ങി ജോലി ചെയ്യുന്നവർക്ക് ഒക്കെ ഉണ്ടാക്കാൻ ഈസിയായ ബിരിയാണിയാണ്. കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് നമ്മളെ വാങ്ങി കഴിക്കുക, ഉണ്ടാക്കി കഴിക്കുക. എപ്പോഴും കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്നത് ചേഞ്ച് ആവും. നമുക്ക് നെയ്യിലുണ്ടാക്കാം, ഓയിലുണ്ടാക്കാം, വെളിച്ചെണ്ണയിലുണ്ടാക്കാം, ബട്ടർ ഇടാം. എന്താ അവിടെ തെളിച്ച അത് വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 5 മിനിറ്റായി, തുറന്ന് നോക്കാം. കളിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടേ ഇല്ല. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ് അളവ് ഞാൻ വെച്ചത്. 4 ഗ്ലാസ് അരിയുണ്ട്, വലിയ ഗ്ലാസ്സിന് 8 ഗ്ലാസ് വെള്ളമാണ് വെച്ചത്. കുറച്ച് കമ്മിയാക്കിയിട്ട് ഒഴിക്കാം. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, തിളച്ചെണ്ണ. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, അങ്ങനെ 4 ഗ്ലാസ്സിന് 8 ഗ്ലാസ് അരി വെള്ളമാണ് വെച്ചത്. കുറച്ച് കമ്മിയാക്കിയിട്ട് ഒഴിക്കുന്നത്. തിളപ്പിച്ചു ഒഴിക്കാൻ പോകുന്നു. 8 ഗ്ലാസ് തിളച്ച് ഒഴിച്ചിട്ടില്ല. ഒരു ഗ്ലാസ് കമ്മിയാക്കിയിട്ട് 7 ഗ്ലാസ് ഒഴിച്ചെന്നു. അരി കുതിർത്താൻ വെച്ചിട്ട് അരമണിക്കൂറായി. കുതിർത്തിയ അരിയാണ്. തിളച്ച ശേഷം നമുക്ക് ഇടാം അരി. തിളക്കട്ടെ. ഉപ്പ് എല്ലാം നോക്കാം, മുളക് ഉപ്പൊക്കെ എന്ത് വേണമെങ്കിൽ ഇടാം. അപ്പോൾ എല്ലാം ഇട്ട ശേഷം തിളച്ച ശേഷം അടച്ച് വയ്ക്കാം. ഇട്ട് ഒറ്റ വിസിലേ വിടാൻ പാടൂ, നിറയെ വിസിൽ വിടാൻ പാടില്ല. ഒറ്റ വിസിൽ വിട്ടിട്ട് നോക്കണം. 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. കുറേശ്ശേന് ഉപ്പിടാൻ പാടൂ, നോക്കിയിലിടാൻ പാടൂ. അധികമാകാൻ പാടില്ല ഉപ്പ്. ഉപ്പ് അധികമായി പിന്നെ കഴിക്കാൻ പറ്റില്ല. കമ്മിയായാലും കുഴപ്പമില്ല. നമുക്ക് കച്ചമ്പറിൽ കൂട്ടിയിട്ട് ഉപ്പിട്ടിട്ട് കഴിക്കാം. ஆனால் ബിരിയാണി അധികം ഉപ്പാവാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം ഇടുമ്പോൾ. അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ചു. നമുക്ക് അരി ഇടാം. ഇതാണ് അരി. ഇതാണ് ചെറിയ അരിയാണ്. ഇതാണ് നല്ലത്, ടേസ്റ്റ് അധികം. അരമണിക്കൂറായി കുതിർത്താൻ വെച്ചിട്ട് 4 ഗ്ലാസ് അരിയാണ്. തിളച്ചു. നമുക്ക് അരി ഇടാൻ പോവാം. കഴുകി വാരാൻ വെച്ചാണ് ഇടുന്നത്.
നല്ല ഇളക്കി കൊടുക്കാം. നല്ല തിളയ്ക്കണം. തിളച്ച ശേഷം അടച്ചു വയ്ക്കുള്ളൂ. അടച്ച ശേഷം ഒരു വിസിൽ വരാൻ പാടൂ. നിറയെ വിസിൽ വിടാൻ പാടില്ല. തിളച്ച് ഉപ്പൊക്കെ നോക്കാം, എല്ലാം നോക്കിയിട്ട് അടച്ചു വയ്ക്കണം. നല്ല തിളക്കട്ടെ. അരി പിന്നെ എല്ലാതും കൂടി ഉപ്പ് മുളക് എല്ലാം നോക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ച് വെച്ച് ഒരു വിസിൽ വിടണം. ഒരു ഫുൾ ഇതിലിട്ടിട്ട് ഒരു വിസിൽ വിട്ടിട്ട് അത് ശേഷം അത് വിസിൽ കഴിഞ്ഞ ശേഷം 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറക്കാൻ പാടും. തിളച്ചു നമുക്ക് അടച്ചു വെക്കാം. ഒരു ലെമൺ ഒഴിച്ചിട്ടുണ്ട്, വിട്ടുപോയി പറയാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇത്രേ പണിയുള്ളൂ. ഞാൻ കുറച്ച് ഗാർണിഷൊക്കെ ചെയ്യണം. കറിവേപ്പില ഇടണം. പുതിനാലയാണ്, മല്ലി ഇടുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വലിയൊരു പാത്രത്തിലേക്ക് വേണമെങ്കിൽ കൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. കൊട്ടിയിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ ഇളക്കണമെന്നൊന്നുമില്ല. മെല്ലെ ഇളക്കി കൊടുക്കാം. ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. 2 സ്പൂണ് നെയ്യ് ഒഴിച്ചിരുന്നു. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. അങ്ങനെ അപാര ടേസ്റ്റിലുള്ള ബിരിയാണി, കുക്കർ ബിരിയാണി റെഡി. അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡിയായി. സൂപ്പർ ടേസ്റ്റിൽ വന്നു. എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കണം. എന്നിട്ട് പറയണം, കമൻറ്റൊക്കെ പറയണം, ഇടണം കമൻറ്റ് എല്ലാവർക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.